മോർണിംഗ് എവരിവൺ, പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഏദൻ തോട്ടത്തിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രസൻസാ. അവൻ നമുക്ക് തന്നിരുന്ന ഗ്ലോറി അല്ലേ. നമ്മൾക്ക് അവിടെ ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് പാപം വന്നു അല്ലേ. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് മനുഷ്യവർഗത്തിന് ഏറ്റവും വലിയ നഷ്ടം വന്നത് ദൈവത്തിൻ്റെ പ്രസൻസിലായിരിക്കാൻ സാധിക്കാതെ വന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പാപം ചെയ്തപ്പോൾ, പാപത്തിലേക്കായി പോയപ്പോഴേക്കും മനുഷ്യന്റെ ആത്മാവ് മരിച്ച ആത്മാവായി തീരുകയും അല്ലെ, നമ്മൾ ദൈവത്തിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുകയും ചെയ്യപ്പെട്ടു അല്ലെ. പക്ഷെ അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന്, യേശു ക്രിസ്തുവിന് മനുഷ്യന്റെ ഒപ്പം വസിക്കാൻ താല്പര്യപ്പെടുന്നു അല്ലെ. മനുഷ്യന്റെ ഒപ്പം വസിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവമാണ് യേശു ക്രിസ്തു. നമുക്കറിയാം, നമ്മുടെ ചുറ്റോട് ചുറ്റും പലതരത്തിലുള്ള ദൈവങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ആൾ ദൈവങ്ങൾ വരെയുണ്ട് അല്ലെ. അവരെല്ലാം ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, അവരെല്ലാം ഒരു ഉയർന്ന നിലയിലാണ്, ഒരു ഉയർന്ന ഒരു തലത്തിലാണ് അല്ലെ. മനുഷ്യരെപ്പോഴും അവരെ ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ട്, അവരുടെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി കടന്നുകൊണ്ടും അവരെ എപ്പോഴും വലുതാക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അവരൊരു ഒരു തലത്തിൽ നിൽക്കുന്നവർ അല്ലെ, ഒരു പെഡസ്റ്റേലായിരിക്കുന്ന വ്യക്തികൾ അല്ലെ. ഏത് ദൈവത്തെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, മനുഷ്യരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാതെ അല്ലെ, നമ്മള് അങ്ങനെ ദൈവവും മനുഷ്യരും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ. അങ്ങനെ ഒരു നിൽക്കുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ ഇങ്ങനെ അല്ല ഈ ദൈവത്തെ പറ്റി, ജീവിക്കുന്നവനായിട്ടുള്ള ദൈവത്തെ പറ്റി അല്ലെ. ശരിക്കും പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിതാവായും പുത്രനായിരിക്കുന്ന നമ്മളുടെ ദൈവം മാത്രമേ എന്താ പറയുന്നത്, ദൈവം ആയിട്ടുള്ളൂ. ആ ദൈവം അല്ലെ, ജീവിക്കുന്നവനായിട്ടുള്ള ദൈവം ആഗ്രഹിക്കുന്നു എന്നും മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ, മനുഷ്യരുടെ ഒപ്പമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ മനുഷ്യരെ തേടി എന്നും ദൈവം ചെന്നിരുന്നത്. ഇനി വരാനിരിക്കുന്ന ന്യൂ ജെറുസലേമിലും അങ്ങനെ തന്നെയാണ്, മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം. അതിനെപ്പറ്റി എനിക്കിത് പറയാനുള്ള, ഒന്ന് പ്രാർത്ഥിച്ചു സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് മാത്രമാണ് ജീവിക്കുന്ന ദൈവം കർത്താവേ. അങ്ങല്ലാതെ ഒരുത്തന്റെ ഉള്ളിലും ജീവനില്ല കർത്താവ്. അങ്ങ് ജീവന്റെ സോഴ്സ് ആവുന്നു യേശുവേ. നന്ദി പിതാക്കത്ത. റിസറക്ഷനും ലൈഫും അങ്ങ് തന്നെ കർത്താവേ. ആ ലൈഫ് ഞങ്ങൾക്ക് ഉള്ളിലേക്കും കൂടെ തന്നിട്ട് നന്ദി പറഞ്ഞു. റിസറക്ഷൻ പവർ ഞങ്ങൾക്ക് തന്നിട്ട് നന്ദി പറഞ്ഞു. ഒരു ന്യൂനെസ് ഓഫ് ലൈഫ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഫാദർ, പഴയ മരിച്ചുപോയ വ്യക്തികളല്ല ഞങ്ങൾ കർത്താവേ. ഞങ്ങളുടെ ആത്മാവിന്ന് മരിച്ച ആത്മാവല്ല കർത്താവ്. അങ്ങ് ഞങ്ങൾക്ക് ജീവനുണ്ട്, ഞങ്ങളുടെ ഉള്ളിൽ ജീവിതമുണ്ട് കർത്താവ്. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡ്, ഞങ്ങളോട് സംസാരിക്കണം. അങ്ങ് ഞങ്ങളുടെ ടീച്ചറാ. എല്ലാ സത്യത്തിലേക്ക് ഞങ്ങൾ നയിക്കുന്ന അങ്ങ് മാത്രമാ. ഞങ്ങളോട് സംസാരിക്കണമേ പിതാവേ. നന്ദി. പുത്രനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡോട് നന്ദി പറഞ്ഞു ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുക. ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിവപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് വെളിപാടിലേക്ക് പോകാം. അവസാനത്തെ ബുക്കല്ലേ വെളിപാടിന്റെ 21ാമത്തെ ചാപ്റ്റർ. 21ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വാക്കി. ഇതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അപ്പൊ പഴയത് ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്കറിയില്ല ഇപ്പോൾ ഉള്ള കാര്യത്തെപ്പറ്റി. ഇപ്പൊ ഇത് എഴുതിയിരിക്കുന്ന ജോൺ ആണ് അല്ലെ. അപ്പോസ്റ്റൽ ജോൺ വഴി എഴുതിയിരിക്കുന്ന കാര്യമാണ്. ജോണിന് പട്മസ് ഐലൻഡിൽ വെച്ച് കിട്ടിയിരിക്കുന്ന ഒരു വിഷൻ അല്ലെ. ഇങ്ങനെ പറഞ്ഞിരിക്കുക: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രവും ഇനി ഇല്ല. ദൈവം ഒരു പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും സൃഷ്ടിക്കുകയാണ് അല്ലെ. ഇനി ഈ നമ്മൾ ഇന്ന് കാണുന്ന കാര്യങ്ങളെല്ലാം പോകുന്ന ഒരു സമയം വരുന്നത്. ദൈവത്തിന് താല്പര്യമില്ല ഇതിങ്ങനെ തന്നെ നിർത്തുന്നതിന് വേണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ, പാപം കാരണം കളങ്കപ്പെട്ട് പോയതാണ് അല്ലെ. ഭൂമിയെയും കൂടെ സകല ചരാചരങ്ങളെയും കൂടെ എന്താ പറയുക, ദൈവം ഫോഴ്സ്ഫുള്ളി അവർക്കും കൂടെ ഇഷ്ടമില്ലാഞ്ഞിട്ട് അവരെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പാപം കാരണം അല്ലെ. അപ്പൊ ദൈവത്തിന്റെ മക്കൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെ, സൺസ് ഓഫ് ഗോഡ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് കാത്തിരിക്കുന്നു. എല്ലാ ക്രിയേഷൻ ആണല്ലോ നമ്മൾ റോമക്കത്ത് ലേഖനത്തെ 8ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഫോഴ്സ്ഫുള്ളി അവരെ സബ്ജക്ട് ചെയ്തിരിക്കുക ഫ്യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കും. ഫ്യൂട്ടിലിറ്റിക്ക് അല്ലെ, നാശത്തിനായിട്ട്, അത് ഡീക്കയിലേക്ക് അവരെ അല്ലെ എന്താ പറയാ നശിച്ചു പോകുന്നു എന്നുള്ളതിലേക്ക് സകല ചരാചരങ്ങൾ സകലതിനെയും അല്ലെ ദൈവം ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ആക്കി വെച്ചിരിക്കുന്നു അല്ലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, നമ്മളുടെ കുറ്റം കൊണ്ട്.
അപ്പൊ അതൊക്കെ ആ ഒരു ഒരു അവസ്ഥയൊക്കെ പോയിട്ടൊരു പുതിയ ഒരു ഒരു ഭൂമിയിലേക്കും പുതിയ ആകാശത്തിലേക്കും നമ്മൾ പ്രവേശിക്കുക എന്ന് വെച്ചാൽ ദൈവം അതെല്ലാം ചെയ്യുന്നു അല്ലെ. പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. സമുദ്രം ഇനി ഇല്ല. ഈ രണ്ടാമത്തെ വാക്ക് പറയാം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങിയ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പൊ പുതിയ യെരൂശലേമിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. പുതിയ യെരൂശലേമിന്റെ പാട്ടാകുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ സാൽവേഷനെ വളരെയധികം ഫിയറോടുകൂടി ട്രംബിളിനോടുകൂടി അല്ലെ, ഭയത്തോടും ദൈവത്തിലുള്ള വിശ്വാസത്തോടും നമ്മൾ അത് വർക്കൗട്ട് ചെയ്ത് പറ്റത്തുള്ളൂ അല്ലെ. പുതിയ ജെറുസലേം ബ്രൈഡിനെ പോലെ, മണവാട്ടിയെ പോലെ അവളെ തന്നെ ഒരുക്കിക്കൊണ്ട് അല്ലെ, എന്താ പറയുക, ഒരു മണവാട്ടി ഒരു കല്യാണത്തിന് എങ്ങനെ ഒരുങ്ങുന്നു അത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുങ്ങി സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നു ഞാൻ കണ്ടപ്പോൾ. ജെറുസലേം എന്ന് പറയുമ്പം അത് ദൈവത്തിൻ്റെതാണ്, ഇസ്രായേൽ ദൈവത്തിൻ്റെതാണ്. പലർക്കും ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് ഓഫ്കോഴ്സ് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇസ്രായേൽ പലർക്കും സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിരിക്കും അല്ലെ. അത് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും പലർക്കും എന്ന് നമുക്കറിയാം. എങ്ങനെയെങ്കിലും ജെറുസലേമിനെ നശിപ്പിച്ച് കളയണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ചുറ്റും അല്ല, ജെറുസലേം അവരുടേതാണെന്നും ഇസ്രായേൽ അവരുടേതാണെന്നും പറഞ്ഞു നടക്കുന്ന മുസ്ലിങ്ങൾ കുറച്ച് ആൾക്കാര്. ദൈവം പറയുന്നത്, യേശുക്രിസ്തു പറയുന്നത് അങ്ങനെയല്ല. ജെറുസലേം തന്റെ സിറ്റിയാണെന്നും ഇസ്രായേല് തന്റെ ആദിജാതനാണെന്ന് യേശുക്രിസ്തു പറഞ്ഞു. അപ്പൊ നമ്മൾ ഏതാണ് വിശ്വസിക്കേണ്ടതെന്നും ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നു അല്ലെ. അപ്പം യേശുക്രിസ്തുവിന്റെ കള്ളത്തരം പറയേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഇനി മൂന്നാമത്തെ വാക്കിലെ പറഞ്ഞിരിക്കുന്നത്, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടെ അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തു, സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു, ദാഹിക്കുന്നവന് ഞാൻ ജീവൻ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ജയിക്കുന്നവന്, ഓവർകം ചെയ്തിരിക്കുന്നവർക്ക് അല്ലെ, ഓവർകം ചെയ്തിരിക്കുന്നവർക്ക് ദൈവം തന്നെ അവകാശമായി കൊടുക്കുന്നു. ദാഹിക്കുന്നവന് ജീവ നീരവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും അല്ലെ. ന്യൂ ജെറുസലേമിന്റെ പാട്ടായിരിക്കാൻ പോകുന്നതും നമുക്കറിയാം ജയിക്കുന്ന വ്യക്തികളാണ്. ദൈവം എന്താ പറയാ ഡിസൈൻ ചെയ്യുന്ന ആ ന്യൂ ജെറുസലേമിന്റെയും ദൈവത്തിൽ കൊണ്ടുവരാൻ പോകുന്ന സകലതിന്റെയും അല്ലെ പാട്ടായിട്ട് ജയിക്കുന്നവർ ഉണ്ടായിരിക്കും. 22ാമത്തെ ചാപ്റ്ററിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ജയിക്കുന്നവർക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കാനുള്ള അവകാശം കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഓവർകം ചെയ്യുന്നവർക്ക് അല്ലെ. ഇനി ഇവിടെ മൂന്നാമത്തെ വാക്ക് പറയും, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കുന്നു. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം, ഇതാണ് ദൈവത്തിന്റെ ഹിതം, ഇതാണ് മനുഷ്യന്റെ കൂടെ വസിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ദൈവം അല്ലെ. ജനസസിലേക്ക് പോകുമ്പോ, ഉൽപ്പത്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ ദൈവം ആദത്തിനെ ഇവരെ ശേഷം അവരെ ആ എന്താ പറയാ ഈഡൻ അല്ലെ, ഗാർഡൻ ഓഫ് ഈഡനിലാക്കി വെച്ച ശേഷം അവരെ തേടി ദൈവം ചെല്ലുക അല്ലെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അവരോടൊപ്പം ആയിരിക്കാൻ താല്പര്യമാണ് അല്ലെ. എന്നും മനുഷ്യന്റെ ഒപ്പം ആയിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദൈവം. ദൈവം യേശുക്രിസ്തു അല്ലെ മനുഷ്യന്റെ കൂടെ ആയിരിക്കാൻ വളരെയധികം താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ലോകത്തിലേക്ക് യേശു വന്നു മനുഷ്യന്റെ രൂപത്തില് അല്ലെ. നമ്മളെ വേണമെങ്കിൽ എഴുതി തള്ളി കളയാമായിരുന്നു, പക്ഷെ അതിന് ദൈവത്തിന് താല്പര്യമില്ല അല്ലെ. മനുഷ്യന്റെ കൂടെ എന്നും വസിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം, അതിനുവേണ്ടി സ്വന്തം പുത്രനെ തന്നെ ബലിയാക്കി കൊടുത്ത ദൈവം പിതാവ്, അതാണ് ദൈവം അല്ലെ. മനുഷ്യരുടെ ഇടയിലായിരിക്കും ടാബർനാക്കിലെന്നും കണ്ണീരിനി ഉണ്ടാകത്തില്ലെന്നും കഷ്ടപ്പാടുകൾ ഉണ്ടാകത്തില്ലെന്നും അതെല്ലാം കഴിഞ്ഞു പോയെന്നും പുതിയതായിട്ട് എല്ലാം ദൈവം സൃഷ്ടിക്കുന്നു. എങ്ങനെയാ പറഞ്ഞു, ഞാൻ എല്ലാത്തിനെയും പുതുതായിട്ട് സൃഷ്ടിക്കുന്നു അല്ലെ. എല്ലാത്തിനെയും പുതുതായിട്ട് സൃഷ്ടിച്ച് തന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരെ
അതിന്റെ ഒപ്പം നിർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തന്റെ മക്കളായിക്കൊണ്ട് അല്ലെ, ഇങ്ങനെ പറഞ്ഞു. കാരണം അവർ എനിക്ക് മകന് ആയിരിക്കും അല്ലെ. മക്കൾ എന്ന് പോലുമല്ല പറഞ്ഞിരിക്കുന്നത്, മകൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മകനും മക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മകൻ എന്ന് പറയുമ്പോൾ ഒരു ശക്തിയെ കാണിക്കുന്നത് അല്ലെ, ഒരു പവറിനെ കാണിക്കുന്നത്. മക്കൾ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അതുങ്ങൾ അങ്ങനെ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം അപ്പൊ മക്കൾ എന്ന് പറയുമ്പോൾ പെൺകുഞ്ഞുങ്ങളുണ്ടാവും, ആൺകുഞ്ഞുങ്ങളുണ്ടാവും. പെൺകുഞ്ഞുങ്ങൾ മോശമെന്നല്ല പറയുന്നത്, പക്ഷെ ജനറൽ നമ്മൾ മകൻ എന്ന് പറയുമ്പോൾ അത് ശക്തിയാണ് കാണിക്കുന്നത്. ഒരു അച്ഛനമ്മയ്ക്ക് അതിന്റെ മകൻ എന്ന് പറയുമ്പോൾ ഒരു ശക്തിയാണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ ദൈവം പറയുവാണ്, ഇവരെ ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ മകനും ആയിരിക്കും. അവൻ എനിക്ക് മകനുമായിരിക്കുന്നു പറഞ്ഞു. ഓവർകം ചെയ്തിരിക്കുന്നു, ജയിക്കുന്ന വ്യക്തിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും ജയിക്കുന്നവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ഹിതവും അത് തന്നെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പുതിയ ജെറുസലേമില് അല്ലെ, പുതിയ ജെറുസലേമില് ദൈവത്തിന്റെ ഒപ്പം നമ്മളും ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം അല്ലെ, അത് തന്നെയാണ് ദൈവം എപ്പോഴും പ്രകടിപ്പിച്ചിരിക്കുന്ന കാര്യം. മനുഷ്യവർഗത്തിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെട്ട ഇരിക്കുന്ന ദൈവം. അപ്പൊ ഏദൻ തോട്ടത്തില് അല്ലെ, ഗാർഡൻ ഓഫ് ഈഡനിൽ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. മനുഷ്യരോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് മോസസ് വഴി കൊണ്ടുവന്നപ്പോഴേക്കും അവിടെ ദൈവം ഒരു ടാബർനാക്കിള് ചെയ്തിട്ട് അല്ലെ, ഒരു സമാഗമന കൂടാരം അത് ഉണ്ടാക്കിയിട്ട് മോസസിനെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് അതിലും വസിച്ച ദൈവം അല്ലെ. പകൽ സമയത്ത് ക്ലൗഡായിട്ടും നൈറ്റില് ദീപസ്തംഭമായിട്ട് അവരുടെ കൂടെ എന്നും ഉണ്ടായിരുന്ന ദൈവം. ഒരു വ്യക്തിനെ, എബ്രഹാമിനെ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു രാജ്യമാക്കി തീർത്തിട്ട് അല്ലെ, അദ്ദേഹത്തിന്റെ ആ രാജ്യത്തിൽ നമ്മളെ എല്ലാവരെയും ആഡ് ചെയ്തിട്ട് എല്ലാവരുടെയും ഒപ്പം ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം. അതാണ് ദൈവം അല്ലെ, യേശു ക്രിസ്തു. അതാണ് നമുക്കറിയാം, യോഹന്നാന്റെ 1 പോകുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ഇങ്ങനെയാ ഇരിക്കുന്ന വചനം ജഡമായി തീർന്നു, വേർഡ് ഓഫ് ഗോഡ് ബിക്കം ഫ്ലഷ് ആൻഡ് നമ്മളുടെ ഇടയിൽ വസിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ ഇംഗ്ലീഷ് വേർഷനിലേക്ക് പോകുമ്പോ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, വചനം മനുഷ്യനായി നമ്മളുടെ ഇടയിൽ ടാബർനാക്കിൾഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്, വസിക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ടാബർനാക്കിൾ ഒരു കൂടാരം പോലെ, സമാഗമന കൂടാരം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാല്, മോസസ് വഴി ദൈവം കൊടുത്തിരുന്ന ആ സമാഗമന കൂടാരം ഉണ്ടായിരുന്നല്ലോ. നമുക്കറിയാം, ദൈവത്തെ കാണുന്നതിന് വേണ്ടി അല്ലെ ഇസ്രായേൽ മക്കളോട് ചെല്ലണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ കൂടാരം, അതിനൊരു ഔട്ടർ കോട്ട് ഉണ്ടായിരുന്നു, ഒരു ഹോളി പ്ലേസ് ഉണ്ടായിരുന്നു, ഹോളി ഓഫ് ഹോളീസ് ഉണ്ടായിരുന്നു. ഹോളി ഓഫ് ഹോളീസിൽ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അവിടെ വർഷത്തിൽ ഒരു പ്രാവശ്യമേ ചെല്ലാൻ സാധിക്കുമായിരുന്നുള്ളൂ അല്ലെ. അപ്പോ ആ ഒരു ടാബർനാക്കിളെ പറ്റി നമ്മളൊന്ന് വായിച്ചു നോക്കാൻ നമുക്ക് കാണാൻ പറ്റും, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഹോളി ഓഫ് ഹോളീസിലേക്ക്, ആ ഹോളി ഓഫ് ഹോളീസിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ, അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ഒരൊറ്റ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ പറയുക ടാബർനാക്കിളിന്. ആ വാതിൽ ഏതാണ് ശരിക്കും പറഞ്ഞ യേശു ക്രിസ്തുവാണ് ആ വാതിൽ അല്ലെ. നമുക്കറിയാം, അതിന്റെ ഔട്ടർ കോർട്ടിലാണ്, ഏറ്റവും പുറമെയുള്ള ആ സ്ഥലത്താണ് എന്താ പറയുക ബലികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾക്ക് വേണ്ടി ബലിയാട് ആക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തു അല്ലെ. പിന്നെ അവന്റെ രക്തവുമായിട്ടാണ് ആരനും അവന്റെ കുടുംബത്തിൽപ്പെട്ട ഹൈ പ്രീസ്റ്റുകൾക്ക് അല്ലെ, ആരൻ കഴിഞ്ഞു വരുന്ന ആരുടെ മക്കൾ ഒരാളും ഹൈ പ്രീസ്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ അവർക്ക് ഹോളി ഓഫ് ഹോളീസിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം, നമുക്ക് വേണ്ടി ബലിയാടാക്കപ്പെട്ട കുഞ്ഞാടാണ് യേശു ക്രിസ്തു. ഇനി ഹോളി പ്ലേസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഷോ ബ്രെഡ് ഉണ്ട്, ലാമ്പ് ഉണ്ട്, വെളിച്ചം, നമ്മുടെ ജീവിതത്തിന് വെളിച്ചം ആരാണ്? യേശു ക്രിസ്തുവാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ 1-ാമത്തെ ചാപ്റ്റർ 4-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ ജീവൻ കൊണ്ട് മനുഷ്യർക്ക് വെളിച്ചം ഉണ്ടായെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ലാമ്പ് എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവാണ്. ഷോ ബ്രെഡ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെ, നമുക്കറിയാം, ഐസയ കണ്ട സ്വപ്നത്തിൽ 6-ാമത്തെ ചാപ്റ്റർ, സ്വപ്നത്തിലല്ല, ഐസയുടെ വിഷനില് യേശയ്യാവന്റെ 6-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ആ സിംഹാസനത്തിലിരിക്കുന്ന ആ ദൈവം എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തു തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, അവിടെ ഉള്ളിൽ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി ഓഫ് ഹോളീസിൽ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും യേശു ക്രിസ്തുവിന്റെ പ്രസൻസിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം, മൗണ്ട് സീനായിൽ വന്നത് മോസസുമായിട്ട് ഫേസ് ടു ഫേസ് കണ്ട ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരുന്നു? യേശു ക്രിസ്തു തന്നെയാണ് അല്ലെ, അല്ലാതെ വേറെ ആരുമല്ലല്ലോ. അപ്പൊ നമുക്കറിയാം, ആ ടാബർനാക്കിൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് പറയുന്നത് എല്ലാം യേശുവിനെ
പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത് ആ ഇസ്രായേൽ മക്കളുടെ നടുവില് അല്ലെ ഒരു ടാബർനാക്കിൾ പോലെ ദൈവം തന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ടാബർനാക്കിൾ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് മോസസിനെ ദൈവം കാണിച്ച മലയിൽ അല്ലെ സീനായിൽ വെച്ച് ദൈവം കാണിച്ചതാണ് ഇങ്ങനെ തന്നെ വേണം എല്ലാം ചെയ്യുന്നതിന് വേണ്ടി എന്ന് കാണിച്ചു കൊടുത്തത്. എന്തിനെ പറ്റി മോസസിനെ കാണിച്ചു കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെ ഈ ടാബർനാക്കിൾ ഇത് ഇങ്ങനെ ആയിരിക്കും എൻട്രൻസ്, അവിടെ ശോഭനമായിട്ട് ഇതായിരിക്കണം, ഇത്രയൊക്കെ ആയിരിക്കണം മെഷർമെന്റ് എന്നെല്ലാം പറഞ്ഞ് ദൈവം പറഞ്ഞു കൊടുത്തത് എന്തിനെ പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ടാബർനാക്കിൾ ഉണ്ടാക്കി അവിടെ ആൾക്കാർ വെറുതെ ബലി കൊടുക്കുന്നതിനെ പറ്റിയല്ല മോസസിനോട് കാണിച്ചു കൊടുത്തത്, സ്വന്തം പുത്രനെ പറ്റിയാ കാണിച്ചു കൊടുത്തത്, സ്വന്തം പുത്രന്റെ ബലിയെ പറ്റിയാ കാണിച്ചു കൊടുത്തത് അല്ലെ, സ്വന്തം പുത്രന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയാ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് മോസസ് പറഞ്ഞത് എന്നെ പോലെ ഒരു പ്രോഫറ്റ് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വരുന്നു, അപ്പൊ അദ്ദേഹം നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞപ്പോ മോസസിന് കാണിച്ചു കൊടുത്ത പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് അല്ലെ. അപ്പൊ അതനുസരിച്ചാണ് ഒരു ടാബർനാക്കിള് അദ്ദേഹം ആ വിൽഡർനെസ്സിൽ ഉണ്ടാക്കിയിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യരുടെ ഇടയിൽ ടാബർനാക്കിൾ ചെയ്യാൻ എന്ന് വെച്ചാൽ വസിക്കാൻ താല്പര്യപ്പെടുന്നത് ദൈവം. അത് തന്നെയാണല്ലോ യോഹന്നാന്റെ 1:14 നമ്മൾ വായിച്ചത്. വചനം എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു, വചനം ജഡമായിട്ട് വന്ന് മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. മനുഷ്യരുടെ ഇടയിൽ വസിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ദൈവം അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റ് മൊത്തം പറഞ്ഞ് യേശു ക്രിസ്തുവിനെ പറ്റി മാത്രമാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ എന്താ പറയുക ആ ടാബർനാക്കിളെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്റെ പ്രസൻസ് അവിടെ ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യും എന്ന് പറയുന്നതിന് പറയുന്ന സ്ഥലത്ത് ദൈവം ഒരു കണ്ടീഷൻ കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ പുറപ്പാടിന് 29ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 38 തൊട്ട് 46 വരെയുള്ള വാക്കുകളൊന്നും വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. പുറപ്പാടിന്റെ എക്സോഡസിന്റെ 29ന്റെ 38 ഒരു 46 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ അർപ്പിക്കേണ്ടത് എന്തെന്നാൽ അല്ലെ. അപ്പൊ അവിടെ എന്താ പറയുക യാഗം ചെയ്യുന്നതിനെ പറ്റി എല്ലാം പറഞ്ഞിരിക്കുന്നു. തനിക്ക് ഏതൊക്കെ തരത്തിലുള്ള സാക്രിഫൈസുകൾ കൊടുക്കണം എന്നുള്ളതിനെ പറ്റി എല്ലാം ദൈവം പിതാവ് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുവാണ്, എല്ലാ ദിവസവും ചെയ്യേണ്ട സാക്രിഫൈസിനെ പറ്റി പറയാ. യാഗപീഠത്തിന്മേൽ അർപ്പിക്കേണ്ടത് എന്തെന്നാൽ ദിവസം തോറും നിരന്തരം ഒരു വയസ്സ് പ്രായമുള്ള 2 ആട്ടിൻകുട്ടി, ഒരു ആട്ടിൻകുട്ടിയെ രാവിലെ അർപ്പിക്കാനും മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരവും അർപ്പിക്കാനും അല്ലെ. ഇടിച്ചെടുത്ത കാൽഹിൽ എണ്ണ പകർന്നിരിക്കുന്ന ഒരു ഇടങ്ങഴി നേരിയ മാവും പാനീയ യാഗമായി കാൽഹിൽ വീഞ്ഞും ആട്ടിൻകുട്ടിയോട് കൂടെ അർപ്പിക്കണം. മറ്റേ ആട്ടിൻകുട്ടിയെ രാവിലത്തെ ഭോജനയാഗത്തിനും അതിന്റെ പാനീയ യാഗത്തിനും ഒത്തവണ്ണം ഒരുക്കി സൗരഭ്യവാസനയായി യഹോവയ്ക്ക് ദഹനയാഗമായി വൈകുന്നേരത്ത് അർപ്പിക്കണം. ഞാൻ നിന്നോട് സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വെച്ച് യഹോവയുടെ മുമ്പാകെ ഇത് നിങ്ങൾക്ക് തലമുറയായി നിരന്തര ഹോമയാഗമായിരിക്കണം. അവിടെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടും, അത് എന്റെ തേജസ്സിനാൽ ശുദ്ധീകരിക്കപ്പെടും. ഞാൻ സമാഗമന കൂടാരവും യാക്കോബിനെ ശുദ്ധീകരിക്കും. ഞാൻ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ശുദ്ധീകരിക്കും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യ വസിക്കുക, അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അവരുടെ മധ്യ വസിക്കേണ്ടതിന് അവരെ മിസ്രയീമിൽ ദേശത്ത് നിന്ന് വന്നവനായി അവരുടെ ദൈവമായ യഹോവ ഞാൻ ആകുന്നു എന്ന് അവർ അറിയും. ഞാൻ അവരുടെ ദൈവമായ യഹോവ തന്നെ. അപ്പൊ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ വസിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം അല്ലെ, അങ്ങനെ ആയിരിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ദൈവം. അപ്പൊ ഇനി ഇപ്പൊ നേരത്തെ നമ്മൾ വായിച്ച പോലെ വെളിപാടിന് 21-ലും അതിനെ പറഞ്ഞിരിക്കും, പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിച്ച ശേഷവും പിന്നെയും മനുഷ്യരുടെ ഇടയിൽ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. പക്ഷെ അതിനായിട്ട് ദൈവത്തിന് എന്താ പറയുക താമസിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു കണ്ടീഷൻ വെക്കുവാണ് ഇവിടെ. നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ് അല്ലെ. രാവിലെയും വൈകിട്ടും ഒരു വയസ്സുള്ള അല്ലെ, അത് ഒരു കളങ്കവും ഊനവും ഒന്നുമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ ബലിയായി കൊടുക്കും. അതിന്റെ ഒപ്പം വേറെ എന്തൊക്കെ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചെടുത്ത കാൽഹിൽ എണ്ണ പാർന്നിരിക്കുന്ന ഒരു ഇടങ്ങളിൽ നേരിയ മാവും പാനീയ യാഗമായി കാൽഹിൽ വീഞ്ഞും ആട്ടിൻകുട്ടിയോട് കൂടെ അർപ്പിക്കണം. അപ്പൊ ഇതൊക്കെ എന്താ
ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കുട്ടിയെ അർപ്പിക്കണം, അല്ലെ, ആട്ടിൻകുട്ടിയെ രാവിലെ ബലി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു, വൈകുന്നേരവും ബലി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെ. അപ്പൊ ഈ രാവിലെയും വൈകുന്നേരവും ബലി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയം, അല്ലെ, അതേ സമയത്ത് തന്നെ തിയോളജിയൻസ് എഴുതിയിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെ. അതേ സമയത്ത് തന്നെയാണ് യേശുക്രിസ്തുവിനെ ബലി കൊടുത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റിയിരിക്കുന്ന രാവിലെ ആണ്, അല്ലെ. നമുക്കറിയാം, രാവിലെയാണ് ക്രൂശിലേറ്റിയിരിക്കുന്നത്. 12 മണി തൊട്ട് 3 മണി വരെയുള്ള സമയത്ത് എന്താ പറയാ, സൂര്യൻ അസ്തമിച്ചിരുന്നു. 3 മണി സമയത്താണ് യേശുക്രിസ്തു തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിലേക്ക് അർപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ബലിയെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രാവിലെ ഒരു ആട്ടിൻകുട്ടീനെ, വൈകുന്നേരം ഒരു ആട്ടിൻകുട്ടീനെ കൊടുക്കണം ദൈവം പറഞ്ഞിരിക്കുന്നത് തന്റെ പുത്രന്റെ ബലിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ആ ബലിക്കൊപ്പം കൊടുക്കേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 1/4 ഹീൽ എണ്ണ പകർന്നിരിക്കുന്ന ഒരു ഇടങ്ങഴി നേരിയ മാവും പാനീയയാഗമായി 1/4 ഹീൽ വീഞ്ഞും ആട്ടിൻകുട്ടിയുടെ ഒപ്പം അർപ്പിക്കണം. അപ്പൊ എണ്ണ വേണം, ഇടങ്ങഴി നേരിയ മാവ് വേണം, പാനീയ യാഗമായിട്ട് വീഞ്ഞും കൊടുക്കണം, അല്ലെ. അപ്പൊ എന്ന് വിചാരിച്ചു, എണ്ണ, എന്താ പറയാ, ഇത് മാവ്, പിന്നെ വീഞ്ഞ്, അല്ലെ. നമുക്കറിയാം യേശുക്രിസ്തു തന്നെയാണ് അവന്റെ രക്തവും അവന്റെ ശരീരവും നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്, അല്ലെ. നമുക്കറിയാം. അപ്പൊ ഈ ഇത് കാണിക്കുന്നത്, ഈ മാവ് കാണിക്കുന്നത് അപ്പം അല്ലെ, അപ്പത്തെ പറ്റി റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ ശരീരത്തെ പറ്റി, വീഞ്ഞ് കാണിക്കുന്ന അവന്റെ രക്തത്തെ പറ്റി, എണ്ണ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഹോളി സ്പിരിറ്റ് ഗോഡാണ്, അല്ലെ. അപ്പൊ 10 കന്യകമാരുടെ ഒക്കെ ആ ഒരു എന്താ പറയാ പാരബിൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ എണ്ണ എന്ന് പറയുന്ന ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്തിരിക്കുന്ന ദൈവത്തിന് ബലി നടന്നത് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവർ കൊണ്ടാണ്, അല്ലെ. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിന്റെ ബലിയെ പറ്റി പറഞ്ഞിരിക്കുന്ന, ആട്ടിൻകുട്ടിയെ ബലി കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞ രാവിലെയും വൈകുന്നേരം, യേശുവിനെ ക്രൂശിലേറ്റിയ സമയവും യേശു തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിലേക്ക് കൊടുത്തത് സമയം, അല്ലെ, വൈകുന്നേരം. അപ്പൊ തിയോളജിമാരൊക്കെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, രാവിലെ ഇവര് ബലി കൊടുക്കുന്ന 9 മണിക്കും വൈകുന്നേരം ഇവര് അടുത്ത ബലി കൊടുക്കുന്നത് 3 മണി നേരത്തുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ, പറയുന്നത്. ഇങ്ങനെ ജോസഫസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയോളജിയന്മാര്, അവര് ഹിസ്റ്റോറിയൻസ്, ജോസഫസ് ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു, ഹിസ്റ്ററി എല്ലാം തിരഞ്ഞ് പിടിച്ചെടുത്ത് പഠിക്കുന്ന ഒരാളത്. അദ്ദേഹം ഇങ്ങനെ തന്റെ ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായിട്ട് ഇദ്ദേഹം ഇത് ചെയ്തപ്പോ, ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ കാര്യം ഇതാണ്: ഇസ്രയേൽ അന്ന് അവര് രാവിലത്തെ ബലി എന്ന് പറഞ്ഞാൽ 9 മണിക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത്, വൈകുന്നേരത്തെ ബലി കൊടുത്തിരുന്നത് 3 മണിക്കാണ്. അതെന്ന് വെച്ചാൽ അതേ എക്സാക്ട് ആയ ടൈമിൽ തന്നെയാണ് അതിനെപ്പറ്റി തന്നെ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ. അപ്പോൾ രാവിലെ ഒരു ബലിയും വൈകുന്നേരം ഒരു ബലിയും, ബലിയുടെ ഒപ്പം കൊടുക്കുന്ന ആ ഒരു ഫ്ലോർ, അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാല് നേരിയ മാവും പാനീയ യാഗമായിട്ട് കൊടുക്കുന്നു വീഞ്ഞ് എന്ന് പറഞ്ഞാല് യേശുക്രിസ്തുവിന്റെ രക്തത്തെയും മാംസത്തെയും കാണിക്കുന്നത്. പിന്നെ ഓയിൽ കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ഹോളി സ്പിരിറ്റ് ഗോഡിന് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുശേഷമാണ് പിതാവിടെ പറയുന്നത്, ഇങ്ങനെ ഞാൻ നിന്നോട് സംസാരിക്കേണ്ട നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വെച്ച് യഹോവയുടെ മുമ്പാകെ ഇത് നിങ്ങൾക്ക് തലമുറയായി നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ ശേഷം 43ാമത്തെ വാക്കോട് ദൈവം പറയുക, അവിടെ ഞാൻ യഹോവ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടും, അല്ലെ. അത് എന്റെ തേജസ്സിനാൽ ശുദ്ധീകരിക്കപ്പെടും. ഞാൻ സമാഗമന കൂടാരം യാക്കോബയോടെ ശുദ്ധീകരിക്കും. ഞാൻ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ശുദ്ധീകരിക്കും. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞ ഇസ്രായേൽ മക്കളുടെ മധ്യ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അപ്പൊ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ ദൈവം വസിക്കണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാ: ബലി കൊടുത്ത് തന്നെ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന് വസിക്കണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ബലി കൊടുത്തേ പറ്റത്തുള്ളൂ. ബലി നടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ ദൈവത്തിന് സാധിക്കത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപമുണ്ട്, മനുഷ്യരുടെ പാപം കളഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഹോളിയായിട്ടുള്ള പരിശുദ്ധരായിട്ടുള്ള ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ബലിയായിട്ടാണ് യേശുക്രിസ്തു വന്നത്, അല്ലെ. ടാബർനാക്കിൾ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ 1:14 പറഞ്ഞിരിക്കുന്നത്, ജഡം മനുഷ്യന്റെ രൂപം കൈക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ഇടയിൽ ടാബർനാക്കിൾ, നമ്മുടെ ഇടയിൽ വസിച്ചു, അല്ലെ. അപ്പൊ എങ്ങനെയാന്ന് വെച്ചെന്ന് കഴിഞ്ഞാലും മനുഷ്യരുടെ ഒപ്പം വസിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ദൈവം,
അല്ലെ? മനുഷ്യരുടെ ഇടയിൽ വസിക്കണമെന്ന് വളരെയധികം താല്പര്യപ്പെടുന്ന ദൈവമാണ് ദൈവം, സൃഷ്ടാവായ ദൈവം, അല്ലെ? നമ്മളുടെ ഒപ്പം എന്നും ഉണ്ടായിരിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ദൈവമാണ് നമ്മുടെ സൃഷ്ടാവായ ദൈവം, അല്ലെ? ദൈവം നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയത്തില്ല. അതിനായിട്ടല്ല നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. പലപ്പോഴും പലർക്കും ഉള്ള ഒരു സംശയമാണ്, ദൈവം എന്നെ സ്വീകരിക്കുമോ, ഞാൻ പാപം ചെയ്തു പോയല്ലോ. നമ്മൾ റിപ്പന്റ് ചെയ്ത് നമ്മൾ മാനസാന്തരപ്പെട്ട് തിരിച്ച് ദൈവത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്വഭാവമാണ്, ദൈവത്തിന്റെ തനതായിട്ടുള്ള സ്വഭാവമാണ് മനുഷ്യരുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളത്. മനുഷ്യരെ തന്റെ മാറോട് ചേർത്ത് നിൽക്കുക എന്നുള്ളത് ദൈവത്തിന്റെ തനതായിട്ടുള്ള ഒരു സ്വഭാവമാണ്, അല്ലെ? മനുഷ്യവർഗത്തിന്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം, അല്ലെ? ഇനി ന്യൂ ജെറുസലമിന്റെ കാര്യം പറയുമ്പോൾ വെളിപ്പാടിന് 21 തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ. 28 തൊട്ട് താഴേക്കുള്ള വാക്കുകൾ വായിക്കണം. 27 വരെയൊക്കെ, 22 തൊട്ട് വെളിപ്പാടിന്റെ 21ന്റെ 22 തൊട്ട് 27 വരെയുള്ള വാക്കുകൾ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. പുതിയ ആയിട്ടുള്ള ജെറുസലേമില് പിന്നെ ഒരു ടാബർനാക്കിൾ ഇല്ല. ദൈവം തന്നെയാണ് അതിന്റെ ടെമ്പിൾ എന്നും, ദൈവം തമ്മിൽ, അതായത് യേശുക്രിസ്തു തന്നെയാണ് അതിന്റെ ടെമ്പിൾ എന്നും, യേശുക്രിസ്തു തന്നെയാണ് അവിടുത്തെ വെളിച്ചം എന്നും പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തിന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 3-ാമത്തെ വാക്കിന് പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ദിവസം തന്നെ അവിടെ ലൈറ്റ് ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞിരിക്കുമ്പോൾ അത് ലൈറ്റ് ഉണ്ടായത് ഈ ദൈവത്തിന്, യേശുക്രിസ്തുവിന്റെ ഗ്ലോറിയാണ് ലൈറ്റായിട്ട് വന്നത്, അല്ലെ? കാരണം 4-ാമത്തെ ദിവസമാണ് സൂര്യനും ചന്ദ്രനെയൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെ? മനുഷ്യർക്ക് പെട്ടെന്ന് കിട്ടുന്ന സൂര്യനും ചന്ദ്രനിൽ നിന്നാണെങ്കിൽ 4-ാമത്തെ ദിവസം സൂര്യനും ചന്ദ്രനും വന്നിട്ട് കാര്യമില്ലല്ലോ, അല്ലെ? ആദ്യത്തെ ദിവസം തന്നെ സൂര്യൻ ചന്ദ്രനും കൊണ്ടുവരട്ടെ. അപ്പൊ ഈ ചരാചരങ്ങളും മൊത്തം ഇപ്പൊ നമ്മളുടെ ഇടയിലുള്ള പശുക്കളും മൃഗാദികളും ചെടികളും എല്ലാം വളർന്നു വരുന്ന സൂര്യപ്രകാശം ഇല്ലാതെ ഒന്നും തന്നെ വളരത്തില്ലെന്ന് പറയുന്നത്, അല്ലെ? എന്താ പറയുക, ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തണമെങ്കിൽ സൂര്യപ്രകാശം ഇല്ലാതെ നടക്കത്തില്ലെന്ന് പറയുന്നത്. അപ്പൊ ഇതിനേക്കാളൊക്കെ മുമ്പേ തന്നെ ശരിക്കുമുള്ള ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ കാണുന്ന ലോകത്തിൽ കാണുന്നൊന്നുമല്ല. ഇതിന്റെ എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട്. ആ ജീവന് വളരുന്നതിന് വേണ്ടി, ആ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പ്രകാശത്തിന്റെ ആവശ്യമുണ്ട്. ആ പ്രകാശം വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിൽ നിന്നാണ്. യേശുക്രിസ്തുവാണ് പ്രകാശം, അല്ലെ? അപ്പൊ പുതിയ ജെറുസലേമിൽ വേറൊരു പ്രകാശമില്ല, ദൈവം യേശുക്രിസ്തു മാത്രമാണ് പ്രകാശം, അല്ലെ? ഇങ്ങനെ എനിക്കിത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരുടെ ഇടയിൽ ടാബർനാക്കിൾ ചെയ്യുന്ന ദൈവം, മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം, അല്ലെ? പുതിയ ജെറുസലേമിൽ അത് തന്നെയാണ് ദൈവം ചെയ്തത്. അപ്പൊ ഇപ്പം നമ്മൾ വായിച്ച വാക്കുകൾ വെളിപ്പാടിന്റെ 21ന്റെ നമ്മള് എന്താ പറയുക, 1 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഇവിടെ ദൈവം നമ്മൾക്ക് കാണിച്ചു തരുന്ന കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഏഡൻ തോട്ടത്തിൽ വെച്ച് നമുക്ക് നശിച്ചു പോയ ആ ഒരു ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ഉണ്ട്, ദൈവത്തിന്റെ ഒപ്പമായിരിക്കുക എന്നുള്ളത്, അല്ലെ? ആ എന്താ പറയാ, ദൈവത്തിന്റെ ആ ഒരു ദൈവമായിട്ട് സംസാരിക്കുക എന്നുള്ള, അടുത്തിരിക്കുക എന്നുള്ളത്, പിന്നെ എന്താ പറയാ, മരണമില്ലാത്ത അവസ്ഥ, ദുഃഖങ്ങളില്ലാത്ത അവസ്ഥ, ആ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോവുക ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട്, അല്ലെ? ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെന്നും തിരിച്ച്, അല്ലെ, എല്ലാ നന്മയായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെന്നും, എന്താ പറയാ, ഗാർഡൻ ഓഫ് ഈഡൻ, ഏദൻ തോട്ടത്തിൽ വെച്ച് എങ്ങനെയായിരുന്നു മനുഷ്യൻ, അതേ പാപം ചെയ്യാനുള്ള ത്വരയായിട്ട് നിൽക്കുന്ന മനുഷ്യനെ പറ്റില്ല പറയുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവം എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അവിടെ ദൈവത്തിന് മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നാണ് താല്പര്യം. അതേപോലെ തന്നെ, അല്ലെ? നഷ്ടപ്പെട്ടു പോയ ഗ്ലോറി നമുക്ക് തിരിച്ചു വരുന്നു. നഷ്ടപ്പെട്ടു പോയിരുന്ന ദൈവവുമായിട്ടുള്ള കണക്ഷൻ, ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് തിരിച്ചു. അത് തന്നെയാണ് ദൈവം ചെയ്തത്. എങ്ങനെയാന്ന് പറഞ്ഞാലും മനുഷ്യരുടെ ഇടയിൽ വസിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ദൈവം, അല്ലെ? മനുഷ്യരെ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയണം എന്ന് താല്പര്യമില്ലാത്ത ദൈവം. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പോകുന്നു, പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവ്, നിങ്ങളുടെ സ്നേഹത്താൽ നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. യേശുവേ, അങ്ങ് മനുഷ്യന്റെ രൂപത്തിൽ കർത്താവ് ലോർഡ് ഫാദർ ഞങ്ങളുടെ ഇടയിൽ വന്ന് വസിച്ചതിനായിട്ട് കർത്താവേ, അങ്ങയുടെ ഹൃദയത്താൽ നന്ദി പറഞ്ഞു കർത്താവ്. മനുഷ്യനെ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയാൻ താല്പര്യമില്ലാത്ത ദൈവം, മനുഷ്യന്റെ കൂടെ എന്നും ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് യു ആൻഡ് വർഷിപ്പ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. പ്രേസ് യു ഹോളി നെയിം മൈറ്റി ഫാദർ ഗോഡ്. എന്നും ഞങ്ങൾ കർത്താവ് അങ്ങയുടെ കൂടെ ആയിരിക്കാൻ താല്പര്യപ്പെടട്ടെ. എന്നും ഞങ്ങൾ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ നിന്ന് ഒരിക്കൽ പോലും പോകാൻ വേണ്ടി കർത്താവ് ഞങ്ങൾ ഒരിക്കൽ പോലും താല്പര്യപ്പെടാതിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ് മാസ്റ്റർ. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന ആൾക്ക് യേശുവിന്റെ നാമത്തിൽ. ഇത് കേട്ടതിന് ദൈവത്തെ മഹത്വം ഉണ്ടാകട്ടെ.